ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ആര്യനെ പുഴുങ്ങിയെടുത്ത് ലാലേട്ടൻ. അപ്പൊ ഇപ്രാവശ്യത്തെ പ്രൊമോയിൽ എല്ലാരും കാര്യമായിട്ട് എല്ലാ വിഷയവും, അതായത് എല്ലാം സീരിയസ് വിഷയങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ച നടന്നത്. അപ്പൊ എല്ലാത്തിനും ലാലേട്ടൻ നല്ല കിടിലനായിട്ട് ചോദ്യം ചെയ്ത് കിടിലനായിട്ടുള്ള മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആര്യനെ ഫയർ ചെയ്യുന്ന ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആര്യൻ ഭയങ്കര മെച്ചൂരിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ്. മെച്ചൂരിറ്റി കുറവുള്ള ആളായിട്ടാണ് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പുള്ളി എന്താണ് ചെയ്യണേന്നുള്ള കാര്യങ്ങളെ പറ്റി പുള്ളിക്ക് തന്നെ ഒരു തോട്ടില്ല. കാരണം വായി തോന്നുന്നെല്ലാം വിളിച്ചു പറയുന്നു, തന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു. ഇതെല്ലാം അവസാനം ആര്യന്റെ തലയിൽ തന്നെ തിരിച്ച് ബാക്ക് ഫയർ ആയിട്ട് വരാനാണ് ചാൻസ്. കാരണം ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോ ഇത്തിരി പേരൊന്നല്ല കാണുന്നത്, ഒത്തിരി പേരാണ് കാണുന്നത്. അവര് പല രീതിയിൽ ജഡ്ജ് ചെയ്യും. തന്റെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ വരെ ഇതുകൊണ്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ പലർക്കും പല കണ്ടസ്റ്റൻസിനും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സോ ആര്യന്റെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ആര്യൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിൽ ആര്യനെ അത് എഫക്ട് ചെയ്യും. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വലിയ നടനാണ്. നമ്മൾ പലരും ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഒരു കോണിലെങ്കിലും ഒന്ന് കാണാനോ, അതുപോലെ അത്രയേറെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. മലയാളം ഇൻഡസ്ട്രിയുടെ എന്താ പറയാ ഒരു സ്ട്രോങ് പില്ലർ തന്നെയാണ്. അങ്ങനെ വലിയ അത് മലയാളം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങി പോകുന്ന ആളല്ല. ഫുൾ ഹോൾ വേൾഡ് തന്നെ ഒരുപാട് പേർക്ക് അറിയുന്ന, ഒരുപാട് പേര് റെസ്പെക്ട് ചെയ്യുന്ന, ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അപ്പൊ ഈ ബിഗ് ബോസ് ഷോയിൽ പലരും വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനൊന്ന് കാണാൻ, അല്ലെങ്കിൽ ലാലേട്ടനൊന്ന് സംസാരിക്കുക, ലാലേട്ടന്റെ അടുത്ത് നിൽക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുന്നവരും ഉണ്ട്. കാരണം ഇതിനു മുമ്പുള്ള പല സീസൺസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ലാലേട്ടന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നത്. മണിക്കുട്ടൻ, അനൂപ്, അതുപോലെ ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ അർജുൻ, അങ്ങനെ എല്ലാവരും തന്നെ ലാലേട്ടനോട് അത്രയും റെസ്പെക്ട് ചെയ്ത അവരുടെ ബിഹേവിയർ എന്ന് തന്നെ നമുക്കറിയാം. ഭയങ്കര ഒരു ബഹുമാനമാണ്. എന്തോ ഒരു ദൈവത്തിനെ കണ്ട ഫീലിലാണ് അവര് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ ആര്യൻ ലാലേട്ടൻ ഒരു വെല്ലുവിളി പോലെ ആര്യന്റെ സംസാരമൊക്കെ ആ ഒരു നമ്മുടെ ഒരു ലൈവിലെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെന്നൊക്കെ പറയുന്നത് അതെല്ലാം ഭയങ്കര മോശമാണ്. ലാലേട്ടൻ നല്ല രീതിയിൽ ആര്യന് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്, താക്കീത് പോലെ പറയുന്നുണ്ട്. എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ എങ്കിൽ വാ നമുക്ക് കളിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ലാലേട്ടനും പറയുന്നുണ്ട്. കാരണം ലാലേട്ടന് തിരിച്ച് ആര്യന്റെ ലെവലിൽ പറയാനോ ചെയ്യാനോ അറിയാത്ത കൊണ്ടല്ല, പുള്ളി ആ ഒരു ലെവൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അതും ഇതൊരു ഷോയാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ വന്ന് ഈ ഹോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അല്ലാണ്ട് ആര്യൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടോ ബുദ്ധി കുറവുള്ളതുകൊണ്ടോ ഒന്നല്ല, വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ ആര്യന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. ഇത് വെച്ചിട്ട് കുളിക്കാമോ, കിടക്കാമോ, കഴിക്കാമോ, എന്തൊക്കെ തരത്തിലുള്ള ഡൗട്ടാണ് ഇതൊക്കെ. ആര്യൻ അറിയാണ്ട് ചോദിക്കുന്നതല്ലാന്ന് ചോറ് തന്നെ ഏത് മനുഷ്യനും അറിയാം. എന്തായാലും അതിനൊക്കെ ലാലേട്ടൻ നല്ലൊരു മറുപടി തന്നെ പ്രൊമോയിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആര്യൻ ഇത് കിട്ടേണ്ട തന്നെയാണ്. കാരണം ആര്യൻ കുറച്ചധികം മെച്ചൂരിറ്റി ഇല്ലാണ്ട് പെരുമാറുന്നുണ്ട്. ഇത് ആര്യന് തന്നെ നല്ല രീതിയിൽ പണിയാവുന്നു. ഞാൻ ഇനീഷ്യലി വിചാരിച്ചത് ആര്യൻ നല്ലൊരു ഗെയിമർ ആയിരിക്കും, എന്താ കറക്റ്റ് ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും, അതുപോലെ മൈൻഡ് ഗെയിം ആയാലും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇനീഷ്യലി തോന്നിയത്. പക്ഷെ ഇപ്പോൾ ആര്യനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വളരെയധികം മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേര് കാണുന്ന ഒരുപാട് ഓഡിയൻസിന് ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും പുതിയ വൈൽഡ് കാർഡ്സ് വരുമ്പോൾ ആര്യൻ ഒന്ന് ഒതുങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ആര്യന്റെ വിചാരം ആര്യൻ മാത്രമാണ് അവിടെ ഏറ്റവും ഹാൻസം, ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നത് ആര്യനാണെന്നൊക്കെ ഒരു തോട്ടുണ്ട്. കാരണം പുതിയ കണ്ടസ്റ്റൻസ്, അതായത് പുതിയ വൈൽഡ് കാർഡ്സ് വരുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരാനുള്ള ചാൻസ് നമ്മൾ അധികം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഒരുപാട് പേര് ഈ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഭയങ്കര രീതിയിൽ എവിക്ട് ചെയ്ത് വിടുന്നത്. കാരണം ആവശ്യമില്ലാത്തവരൊക്കെ പോയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള നല്ല കിടിലൻ വൈൽഡ് കാർഡ്സ് വന്നാലേ കളി കുറച്ചും കൂടി നല്ല രീതിയിൽ പോകുന്നുള്ളത് കൊണ്ട് എന്തായാലും വൈൽഡ് കാർഡ്സ് വരുന്നുണ്ട്. അപ്പൊ ആര്യനെ ഒന്ന് ഒതുങ്ങോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അപ്പൊ കണ്ടറിയാം. ഈ പ്രൊമോയിൽ എന്തായാലും ആര്യന് നല്ല രീതിയിൽ ലാലേട്ടൻ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.